ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കണ്ണട എടുക്കാൻ പറഞ്ഞേ. ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഹൈറിച്ചോളികൾക്കൊക്കെ ആഘോഷരാവ്. അപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ച മുതലേ ഭയങ്കര ആഘോഷമാണ്. ഭയങ്കര സീക്രട്ടായിട്ട് ഇവർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവർ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത്, ഇതായിരുന്നോ നീയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന സാധനം, ഇതായിരുന്നോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിക്കെതിരെ അന്യായമായിട്ട് ഏതോ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഏതോ ഒരു വിവരമില്ലാത്ത പോലീസുകാരൻ അതിൽ മേൽ ഒരു FIR ഇട്ടിട്ടുണ്ട്. ആ FIR നമ്മുടെ കമ്പനിക്ക് വളരെ മോശമാണ്. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് തങ്കപ്പെട്ട കമ്പനിയാണ്, ദൈവങ്ങളും ദേവിയും നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു FIR വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷന് 98 രാജ്യങ്ങളിൽ വ്യാപിച്ച് പടർന്ന് പന്തലിച്ച് 799 സൂപ്പർ മാർക്കറ്റുകളുമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു കമ്പനിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരാൾ കംപ്ലൈൻ്റ് അയക്കുകയും ഏതോ ഒരു വിവരമില്ലാത്ത പോലീസുകാരൻ അതൊന്നും നോക്കാതെ ഒരു FIR വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു FIR വരുന്നത്. അപ്പോൾ അതെന്തായാലും ആ ഒരു FIR ഇല്ലാതാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിൽ ഒരു വക്കീലുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈനായിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യാൻ വലിയ പണിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ ഇന്ന് കാണാനിടയായി. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഹൈറിച്ച് എന്നൊന്നും തപ്പിയാലൊന്നും ആ ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റില്ല. നിങ്ങൾ തപ്പേണ്ടത് KD പ്രതാപൻ എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ പേര് KD പ്രതാപൻ എന്ന് തപ്പിക്കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കേസ് എന്ന് പറയുന്നത് ഇന്നാണ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. നാളത്തേക്ക് അത് തീരുമാനമാകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചിലേക്കാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. പാർട്ട് 2 ഐറ്റം നമ്പർ 30 ആണ്. ഐറ്റം നമ്പർ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണി 11:15 11:45 12 മണിക്കടക്ക് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവരുടെ വക്കീൽ S രാജീവ്, ഇദ്ദേഹം 1993 വക്കീലായിട്ട് കയറിയ ഒരാളാണ്. അപ്പോൾ 93 എന്നൊക്കെ പറയുമ്പോൾ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു വക്കീലാണ്. മറ്റേ ഇവർ ഇതിനു മുമ്പേ കൊണ്ടുവന്ന നമ്മുടെ സുപ്രീം കോടതി വക്കീലിന് 50 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം 23 വർഷം സുപ്രീം കോടതിയിലും മൊത്തം ടോട്ടൽ 50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വക്കീലായിരുന്നു. എന്തായിരുന്നു ആ വക്കീലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ ഇതുവരെ താങ്ങിക്കൊണ്ടിരുന്ന അശ്വിൻ വക്കീലിനെ അടക്കം കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ വക്കീൽ എന്തായാലും 2 ഇൻ്റർവ്യൂ ഓർഡറെങ്കിലും വാങ്ങിക്കൊടുത്ത ഒരു വക്കീലായിരുന്നു അശ്വിൻ വക്കീൽ. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടാണ് ഇവർ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു വക്കീലിനെ കൊണ്ടുവന്നത്. ആ വക്കീലിന് 10 ദിവസം പഠിക്കാൻ സമയം എടുത്തു. പിന്നെ അദ്ദേഹം എന്താണ് പഠിച്ചതെന്ന് അറിയില്ല, പഠിക്കാൻ 10 ദിവസം സമയം എടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ആകെ ചെയ്തത് ഒരുപാട് സോറി പറയലും കൊടുത്ത അപ്ലിക്കേഷൻ തിരിച്ചു വാങ്ങിയിട്ട് ഓടുകയാണ് ചെയ്തത്. അന്നേ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് തീർന്നു, ഈ വക്കീൽ ഉണ്ടാവില്ല ഇനി, ഈ വക്കീൽ കേസ് പിൻവലിച്ചിട്ടാണ് ഓടിയത്, ഈ വക്കീൽ ഇനി തിരിച്ചു വരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വക്കീൽ മാറിയിരിക്കുകയാണ്. S രാജീവ് പുതിയൊരു വക്കീലാണ്. പുതിയൊരു വക്കീലല്ല, ഇതുവരെ വന്നതിനെക്കാട്ടിയും കൂടുതൽ എക്സ്പീരിയൻസുള്ള ഒരു വക്കീലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മക്കളെ, നിങ്ങളുടെ കേസ് എന്ന് പറയുന്നത് FIR, നിങ്ങൾക്ക് എതിരെ ദിവസവും ഈ കമ്പനിക്കെതിരെയുള്ള കേസുകൾ കൂടി വരികയാണ്. ഈ FIR മാത്രമല്ല, നിങ്ങൾ
ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ കേസുകളും എല്ലാ FIRകളും സ്ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഈ കമ്പനിക്കെതിരെയുള്ള കേസുകൾ മറ്റ് സംസ്ഥാനങ്ങളിലും വരാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെയൊരു തട്ടിപ്പ് സ്ഥാപനം നടക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾക്കൊന്നും ഓഫീസും പിന്നെ CEO ഉണ്ടാവാറില്ല. അതൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇടക്കാലത്ത് നമ്മുടെ ചേർപ്പ് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വലിയ തട്ടിപ്പാണ്. വലിയ തട്ടിപ്പായതുകൊണ്ടാണ് ഇവർക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റുള്ളതൊക്കെ ചെറിയ തട്ടിപ്പായതുകൊണ്ട് അവർക്ക് ഓഫീസൊന്നുമില്ല. അവർക്ക് ആപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് ആപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓഫീസും ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും കേസ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞേ? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്തിനാണ് ഇന്ന് ഈ കേസ് ഇട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ നമ്മുടെ ദൈവവും ദേവതയും നാളത്തോടു കൂടി അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ആപ്പീസ് നാളെ പൂട്ടുകയാണ്. ആപ്പീസ് പൂട്ടി കഴിഞ്ഞാലും നമ്മൾ ഹൈറിച്ച് വിളികൾക്ക് പറയാനൊരു സാധനം വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഇന്നിട്ടിരിക്കുന്നത്. ഇന്നിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കേസ് ഇട്ട ശേഷം നമ്മുടെ രാജീവ് വക്കീൽ ഘോരഘോരം വാദിക്കും. അതിനുശേഷം പിന്നെ അതിനെയൊക്കെ എതിർ സത്യവാങ്മൂലം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറയും. അങ്ങനെ ചിലപ്പോൾ അവർ രേഖാമൂലം അഫിഡവിറ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്തിട്ട് ഈ ഒരു കേസിനെ കൗണ്ടർ ചെയ്തിട്ട് പാരാവേസ് റിപ്ലൈ മറ്റേ നമ്മുടെ ഗവൺമെൻറ് വക്കീൽ തയ്യാറാക്കും. അപ്പോൾ അതിന് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെ നീട്ടും. അപ്പോൾ അത്ര വരെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ കേസ് തന്നെ, ബഡ്സിൻ്റെ കേസ് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നമ്മുടെ ഹൈക്കോർട്ടിൽ ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലുണ്ട് എന്നൊക്കെ ഇവർ തട്ടിക്കളയും. അപ്പം ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലാണ്, ഇത് ചീഫ് ജസ്റ്റിസ് ഒന്നല്ല, ഇത് മുതിർന്ന ഒരു ജഡ്ജ് തന്നെയാണ്. എന്നാലും ഇവരെ തള്ളുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ അടങ്ങ്, ആരും കംപ്ലൈൻറ്റ് കൊടുക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആൾക്കാരെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്പനി പിന്നെ ഇവിടെ നിലനിൽക്കും. പിന്നെ നമ്മുടെ പ്രതാപനും ശ്രീനയും ജയിലിൽ പോയാലും ഈ കമ്പനി ഇവിടെ നിലനിൽക്കും. കമ്പനിക്കെതിരെ കമ്പനിയുടെ കാര്യങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ 2-3 ദിവസം ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ കേസ്, ഇത്തരത്തിലുള്ള കേസ് കൊടുക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഈ കമ്പനിക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത അവസ്ഥയിൽ, വേറെ ഏതു FIR നിലവിലില്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു FIR വന്ന പാടെ ഒക്കെയാണ് ഇത്തരത്തിലുള്ള FIRകൾ സ്ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു FIR മാത്രമല്ല, ഈ ഒരു ബഡ്സിൻ്റെ പിന്നെ ബഡ്സ് അതോറിറ്റിയുടെ പ്രൊസീഡിങ്സിന് ഉത്തരവിന് കാരണം ഈ ഒരു FIR അല്ല, ഈ ഒരു കംപ്ലൈൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻ്റ് ആണ്. പക്ഷേങ്കിൽ ബഡ്സ് അതോറിറ്റി അദ്ദേഹം തന്നെ നടത്തിയ അന്വേഷണത്തിൻ്റെയും അദ്ദേഹത്തിന് ബോധ്യമായ കാര്യത്തിൻ്റെയും പുറത്താണ് ഈ നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബഡ്സ് വേറെയാണ്, ഈ FIR മാത്രം ഏതിനെയും മൂല കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ബഡ്സിൻ്റെ വഴിക്ക് പോവും. അതുപോലെ തന്നെ EDയുടെ വഴിക്ക് ഒരുപാട് മുന്നേ എത്തിയിട്ടുണ്ട്. ബഡ്സ് കുറച്ച് മല്ലയാണ്. എന്തായാലും ഒരുപാട് ഡോക്യുമെൻറ്റും ഒരുപാട് വിവരശേഖരണമൊക്കെ നമ്മുടെ ബഡ്സിൻ്റെ സഞ്ജയ് കോൾ നടത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ പ്രാക്ടിക്കലി നമ്മുടെ ED വളരെ സ്പീഡാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ, ഹൈറിച്ചോളികളെല്ലാം തന്നെ
ബഡ്സ് കേസിനെ സപ്പോർട്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബഡ്സ് പ്രകാരം ഈ കമ്പനിയുടെ അസറ്റുകൾ പെർമനൻ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചേർന്നിരിക്കുന്നവർക്ക്, ഇതിൽ കംപ്ലൈൻ്റ് ഉള്ളവർക്ക്, ഡെപ്പോസിറ്റ് ഇട്ടവർക്ക് പൈസ കിട്ടും. എന്നാൽ EDയുടെ കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ED എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് കള്ളപ്പണമാണെങ്കിൽ കണ്ടു കെട്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വത്താക്കി മാറ്റുന്ന പരിപാടിയാണ് EDയുടെ നിയമത്തിലുള്ളത്. PMLA നിയമത്തിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഈ ബഡ്സ് ആക്ട് പ്രകാരം ഈ കമ്പനി പൂട്ടിക്കെട്ടണോ അല്ലെങ്കിൽ നമ്മുടെ ED വന്നിട്ട് ഈ കമ്പനി പൂട്ടിക്കെട്ടണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ എൻ്റെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബഡ്സ് പ്രകാരം ഇത് പൂട്ടിക്കെട്ടണം എന്നാണ്. ബഡ്സ് പ്രകാരം എത്രയാണോ കംപ്ലൈൻ്റ് ഉള്ളത് ആ എമൗണ്ട് സഞ്ജയും കോൾ വിചാരിച്ച് അത് നേടിയെടുക്കുകയും ബാക്കി നമ്മുടെ പരാതിയില്ലാത്ത പൈസ, എന്തായാലും 212 ഉണ്ടല്ലോ, 212 ചിലപ്പോൾ 100 കോടി ആൾക്കാരെ മുന്നോട്ട് വരുള്ളൂ. 100 കോടിക്ക് മാത്രമേ ക്ലെയിം ഉണ്ടാവുള്ളൂ. ബാക്കി ഇരുന്ന 112 കോടി കേന്ദ്ര സർക്കാർ എടുത്തോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നാളെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് കാണാൻ പോകുന്ന പൂരാണ്. അപ്പോൾ നാളെ നമുക്ക് അപ്പപ്പേ അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ രാവിലെ മുതൽ ലൈവ് വേണമെങ്കിൽ ഞാൻ ഇടാം. എനിക്ക് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു 10-11 മണി വരെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഉണ്ടാവും, ലൈവിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.